Assalamu alaikum. Hi, welcome to Life of Nessie. This is me, Nesrin Qureshi, who is residing in Saudi Arabia and right now studying in Georgia. So, I'm studying in Geometry Teaching University in Orto Chala. So, let's get started. Again, welcome to my channel. ഇപ്പം നിങ്ങൾ വിചാരിച്ചാണ് ഞാൻ എന്തൊരു ഭയങ്കര ചാടയുള്ള കൊച്ചാണ്. അല്ല. സോ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ചില പേര് നെസ്സി എന്നാണ്. സോ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താണ് കാരണം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരെയും കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് കാണത്തില്ലേ, എപ്പോൾ നോക്കിയാലും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടുകാരി, ഒരു ചങ്കത്തി കാണൂലേ, അതേപോലെ ഒരുത്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം, എന്താവുമ്പോൾ നമുക്ക് കണ്ടറിയാം. സബ്സ്ക്രൈബേഴ്സ് ഞാൻ ആരടുത്തും അവിടോട്ട് പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ ഇന്നവരെ അടുത്ത് പറഞ്ഞിട്ടേക്കും. സോ ഫ്രം ദ സ്ക്രാച്ച് ഐ എം ട്രൈങ് ടു ബിഗിൻ. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ആൻഡ് ലൈക്ക് ഷെയർ. സോ ഇന്നിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ യൂട്യൂബിൻ്റെ ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഒരു സൂവിൽ പോയതാണ്. തിബ്ലിസി സൂ എന്ന് പറയും. സോ അത് സബർത്താലോ ഡയറക്ഷനിലുള്ള ഒരു സൂ ആണ്. സോ അങ്ങനെ ഞാനിപ്പോൾ നടക്കുകയാണ്, വളരെ കഷ്ടപ്പെട്ട് നടക്കുകയാണ് ഗൈസ്. എൻ്റെ മോന്ത കണ്ടാൽ മനസ്സിലാവും. ഞാൻ മോന്ത കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വലുതായിട്ട് മോന്ത കാണിക്കാൻ ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ്. എനിക്ക് വലിയ താല്പര്യമില്ല മോന്ത കാണിക്കാനായിട്ട്. ആൻഡ് നാട്ടിലെവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ കൊല്ലം മഞ്ഞപ്പാറയാണ് താമസിക്കുന്നത്, ആയൂരടുത്ത്. സോ ഇപ്പോൾ ഞാൻ ഒരു ടണലിൻ്റെ അടിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടണലിൻ്റെ അടിയിൽ സൗണ്ടും നിന്ന ഫേസ് ആരൊക്കെയോ അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മൾ പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മൾ ആറ്റിറ്റ്യൂഡ് കളയരുത്. നമ്മൾ നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ നടക്കണം. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് നമ്മൾ എവിടെയോ എത്തുന്നുണ്ട് ഗൈസ്. തണുപ്പൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മൾ സൂവിൽ എത്തിയിട്ടുണ്ട്. സൂവിന് കുരങ്ങന്മാരൊക്കെ കണ്ട പേനൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന തലയിൽ എന്ത് കാണിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഒരെണ്ണം ബോറടിച്ച് കണ്ട് മാറി നിൽക്കാൻ നോക്കുന്നു. എനിക്കിപ്പോൾ തുടക്കമായതുകൊണ്ട് എനിക്ക് ഒന്നും അറിയാൻ വയ്യ. ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, ക്രിയേറ്റീവ് കണ്ടൻറ്റ് കൊണ്ടുവരുന്നതെങ്കിൽ എങ്ങനെ എൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരും, ഒന്നും ഒരു പിടുത്തവും ഇല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനങ്ങ് ചെയ്യുമോ. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് പീക്കോക്ക് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. നല്ല രസം ഉണ്ടായിരുന്നു ഇവരെല്ലാം കാണാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ള പീക്കൊക്കെ ഇതിൽ കൂടെ നടന്നു വന്ന് അതിൻ്റെ ഒരു ഹായും തട്ടയൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങ് പോയി. അടുത്ത നമ്മൾ കാണാൻ പോയ ഒരു ജീവിയാണ്. പക്ഷേ ഇതിപ്പോൾ എന്ത് ജീവിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. പൂച്ച കണക്ക് ഇരിക്കുന്നപ്പോഴേ പൂച്ചക്കറ്റി വലിയൊരു സാധനം, ഭയങ്കര നീളമുള്ള സാധനം, ഭയങ്കര ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള സാധനം. ഇത് പുലിയാണോ കടുവയാണോ അതോ വല്ല ചീറ്റയാണോ ഒന്നും അറിയാൻ വയ്യ. കറക്റ്റ് ലയൻ്റെ മുഖം പോലെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇതാ നമ്മൾ ഇതിനെ കാണാൻ പോയി. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേക്കണേ. നടന്ന് പറിച്ച് വന്നപ്പോൾ ഒരു ജയൻറ്റ് വീൽ കണ്ടു, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഇട്ട് കറക്കുമായിരുന്നു. പിന്നെ നടന്നു വന്നപ്പോൾ ഒറ്റപ്പെട്ട് കുറേ കിളികളിങ്ങനെ ഞാൻ കണ്ടു, പാരറ്റിനെ പോലെ. എനിക്കിന്ന് ഈ ജീവിയുടെ സ്പീഷീസിൻ്റെ പേരെനിക്കറിയില്ല, അറിയാവുന്നവർ വീണ്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് പറക്കുന്ന കാണാൻ തന്നെ നല്ല രസമോ കാണാൻ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പയ്യെ നമ്മൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് തപ്പി പോവുക. അവിടെ ഇപ്പോൾ തണുപ്പായതിൻ്റെ സ്നോ ഒക്കെ പെയ്ത ആ സ്നോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് വേറെ ഒരു കളറുള്ള ഒരു ഓറഞ്ച് കളറുള്ള പാരറ്റ് കണക്കിരിക്കുന്ന ഒരു സാധനത്തിനെ ഞാൻ കണ്ടു. കടലായി പൊതിയുന്നു കര കാണാതെ നീന്തുന്ന പ്രായം.
അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിളികളോട് കിളികളായിരുന്നു, ഇഷ്ടം പോലെ കിളികളുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത്. അതിനുശേഷം കുറേ തേടി നടന്ന് നമ്മളുടെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരുത്തൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെയല്ല, വേറെ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല, മൈൻഡ് പോലും ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് എവിടേക്കോ എത്തി. അങ്ങനെ നമ്മൾ വന്ന ജീവികളെ മൊത്തവും കണ്ടു. നമ്മളെ കൂട്ടുകാരികളെ എല്ലാം കണ്ടിട്ട് നമ്മൾ നടക്കുകയാണ്. നടന്ന് താൻ്റെ എൻ്റെ ഉറ്റ സുഹൃത്തായ ഒരുത്തനെ ഞാൻ കണ്ട്. അവൻ പണ്ടത്തെ അതേ സ്വഭാവം തന്നെ ഇപ്പോഴും, ചാടി പോന്നൊക്കെ കാണാൻ എവിടെ പോയി വീഴുമെന്തോ. അതിനുശേഷം നമ്മൾ കുറച്ച് കള്ളന്മാരെ കണ്ട് മണ്ണ് കുഴിച്ചടിയിലേക്ക് പോയി ടണൽ സൃഷ്ടിച്ച് കക്ക നടക്കുന്ന മണീസിലെ പോലത്തെ കുറച്ച് കള്ളന്മാരെ. അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് കുറച്ച് നേരം നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കി. അപ്പോഴാണ് നമ്മൾ കണ്ട ധോനിക്ക് നമ്മുടെ പോക്കറ്റ് അമ്മച്ചി കങ്കാരു. അങ്ങനെ നമ്മൾ അമ്മച്ചിയോടെ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കാട്ടിലെ രാജാവായി സിംഹത്തിനെ കാണാമെന്നും പറഞ്ഞാണ്ട് വന്നത്. ഇതിപ്പോൾ സിംഹത്തിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, സിംഹത്തിനൊന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ കാണാത്ത വിഷമത്തിൽ നടന്നപ്പോൾ ഒരു തേരിനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും, എന്നെ എത്തി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ ഹൈറ്റാറ്റാ പോയവയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതാ നടന്ന് അങ്ങനെ നമ്മൾ കുതിരയൊക്കെ കണ്ട്, വെള്ളക്കുതിര, ബ്രൗൺ കുതിര, അതിനെല്ലാം കണ്ടിട്ട് നമ്മളതാ വീണ്ടും ഫോട്ടോ എടുത്ത് ഭ്രാന്താവില്ലേ, വീഡിയോ എടുത്ത് ഭ്രാന്താവില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കിത് മടുക്കുന്ന ഒരു ജോലിയേ അല്ല, അതാണ് സത്യം. ചിറക് അടിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണ അടിക്കാൻ വന്നെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടാവാന്ന് വിചാരിച്ചു. എന്നെ അതിനും ടാറ്റ വൈഫൈ പറഞ്ഞ് നമ്മൾ എന്താ നടക്കുകയാണ്. കുറച്ച് സൺകിസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പയ്യെ പോസൊക്കെ ചെയ്ത് ഈവിളുടെ കൂടെ അങ്ങനെ അത് സെറ്റ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വേറെ കുറേ പൂത്തുകളെയൊക്കെ കണ്ട്, നാട്ടിൽ നിന്നുള്ള പൂത്തുകൾ മൊത്തം ഇവിടോട്ട് കൊണ്ടുവന്ന കണക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം എവിടെയോ എത്തി. തൻ്റെ ഇതാണ് ഗൈസ് ഇവിടുത്തെ എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കുന്ന കച്ചി. അങ്ങനെ നമ്മൾ നടന്നു പോയപ്പോഴത്തേക്കും അവിടെ കിഡ്സിനായിട്ട് കുറേ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ പോലത്തെ മീൻസ് റൈഡ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഓരോന്നിനും ഓരോ പൈസയാണ്, ഒരെണ്ണത്തിന് 3 ലാറി, 2 ലാറി. അതുപോലെ ഇവിടുത്തെ ജോർജിയൻ കറൻസി എന്ന് പറയുന്നത് ഡാറിന്നാണ്, ഡാറി അല്ലെങ്കിൽ ജില്ലെന്ന് പറയും. അങ്ങനെ നടന്ന ഹോഴ്സ് റൈഡ് ഒന്നും ഇപ്പോൾ വർക്കിംഗ് അത് ബിക്കോസ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ആരും അങ്ങനെ വലുതായിട്ട് വരാറില്ല ഇവിടെ. ഇതായത് 3 ലാറിയാണ്. അങ്ങനെ അതും കണ്ട് നമ്മൾ പയ്യെ വന്ന് പോവുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഇന്നത്തെ യാത്രയുടെ അവസാനിക്കുകയാണ്. നമ്മൾ പയ്യെ അവിടെ നിന്ന് നടന്ന് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു സ്ട്രെസ്സിൽ വന്നെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ സഫാരി കഴിഞ്ഞു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.